ഈ വിശുദ്ധദിനത്തിന്റെ പ്രഭാതത്തിൽ അങ്ങേ ആരാധിപ്പാൻ തിരുമുമ്പിൽ ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് കരുണയോടെ ദർശിക്കുകയും അങ്ങേ യോഗ്യമായ രീതിയിൽ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 290 ഗീതം നമുക്ക് പാടാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കേണമേ. തൃത്വത്തിനു സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തതായി ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയരേ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാൻ നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്തു വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാലവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിലപാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയാം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവിൻ. സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങൾ നിനക്ക് നിന്നേക്കാളും വിരോധമായി പാപം ചെയ്തിരിക്കുന്നത് പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലായി ഇരുട്ടിലവിടെ നടന്നിരിക്കുന്നത് ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നതിലും ഞങ്ങൾ അനീതികളെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ പ്രാപ്തി നിങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാവഴി കേൾക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും
പാപമോചനം നൽകുന്നു. തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടാകും. നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പെന്തക്കോസ്തിന് പിൻപ് 10-ാം ഞായറാഴ്ചയിലേക്കുള്ള അപേക്ഷയും വേദഭാഗങ്ങളും വിവാഹമെന്ന ഉടമ്പടി സ്ഥാപിച്ച സകല കുടുംബങ്ങളുടെയും നാഥനായ ദൈവമേ, കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. കുടുംബങ്ങളിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുവാനും തലമുറകൾ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തണലിൽ വളരുവാനും സമൂഹം സുസ്ഥിരാടിസ്ഥാനത്തിൽ നിലനിൽക്കുവാനും വിവാഹം മാനമുള്ള അവസ്ഥയായി എല്ലാവരും അംഗീകരിക്കുവാനും ഇടയാകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിലേക്കുള്ളതായ പാഠഭാഗങ്ങൾ ഇപ്പോൾ വായിച്ച കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ. ഉൽപ്പത്തി 2-ാം അധ്യായം 18 മുതൽ 25 വരെ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവർക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യൻ തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. ഇവിടെ പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 127. സങ്കീർത്തനം 127 വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്ന് കാലത്തേക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെ. എബ്രായർ 13-1 മുതൽ 6 വരെ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവൻ.
ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇത് രണ്ടാം പാഠം. സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പിൻ. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവനാദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. അടുത്ത പാട്ട് പാടിയതിനു ശേഷം പെട്ടതാനം സെന്റ് ജോൺസ് മാർത്തോമാ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട A.T. തോമസ് അച്ഛൻ ഈ ബോധന ശുശ്രൂഷ നിർവഹിക്കും. 292-ാം കീർത്തനം.
സെന്റ് തോമസ് CSI ഇടവകയിലെ എല്ലാ വിശ്വാസ സമൂഹത്തിനും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും സെന്റ് ജോൺസ് മാർത്തോമ ഇടവകയുടെ പ്രാർത്ഥന അഭിവാദ്യങ്ങൾ അറിയിക്കാം. ഇന്ന് വിശുദ്ധ ദിവസം ധ്യാനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ഏവൻഗേലിയൻ പോർഷൻ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള ദൈവവചനങ്ങളാണ്. അതിന്റെ 22 മുതൽ 25 വരെയുള്ള ദൈവവചനങ്ങൾ ഞാൻ വായിക്കുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിച്ച് ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എന്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന ആൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. ഇത് ഒരു ആദ്യമായി എഴുതപ്പെട്ട സുവിശേഷമാണ്. അതുകൊണ്ട് യേശു കർത്താവിന്റെ ജനന വിവരണം അധികമില്ല, മരണ വിവരം അധികമില്ല. 16 അധ്യായം യേശുവിന്റെ ജീവചരിത്രത്തിന്റെ ഒരു നക്ഷലാണ്. ഇതിനെ ബേസ് ചെയ്താണ് മറ്റ് സുവിശേഷകരെല്ലാം സുവിശേഷം എഴുതിയിട്ടുള്ളത്. ഇത് വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ്. ഇറ്റ്സ് എ ഗോസ്പൽ ഫോർ ജെന്റൈൽ ക്രിസ്ത്യൻസ്. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ കണ്ടന്റ് എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ പാവപ്പെട്ട ആളുകൾ, മുക്കുവന്മാര്, രോഗഗ്രസ്തരായ ആളുകൾ, അവർക്ക് യേശുക്രിസ്തുവിൽ നിന്ന് സൗഖ്യത്തെ പറ്റിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. വിശുദ്ധ കുർബാനയെപ്പറ്റി സഭകൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ പെസഹ പെരുന്നാളുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് നടന്ന സംഭവത്തെയാണ് മർക്കോസ് വിവരിക്കുന്നത്. 17 മുതലുള്ള വാക്യങ്ങളിൽ പന്തിരുവരോടെ അവൻ ഭക്ഷണത്തിന് ഇരുന്നു എന്ന് നമ്മൾ വായിച്ചു തുടങ്ങും. അവിടെ മാളികമുറിയിൽ വെച്ച് ഭക്ഷണത്തിനായിട്ടിരുന്നു. അത് പെസഹ പെരുന്നാളിന്റെ ഭക്ഷണമാണ്. അത് ഇസ്രയേലിന്റെ ചരിത്രമാണ്. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതിന്റെ ഓർമ്മയാണ്. പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതിന്റെ ഓർമ്മയാണ്. ഇന്ന് ആ പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന ദിവസം അവൻ ചെയ്തത് ഒരു പുതിയ ഓൾട്ടർനേറ്റീവാണ്. എന്താണ് അതിനൊരു ബദല്? എല്ലാ വർഷവും അനുഷ്ഠാനം പോലെ പെസഹായ്ക്ക് കുഞ്ഞാടിനെ അറുത്ത് എല്ലാവരും കൂടെ ഭക്ഷിക്കുന്ന ആ രീതി മാറ്റി ചരിത്രത്തിലെ ഒരു പുതിയ രീതി, ഇറ്റ്സ് ഓൾട്ടർനേറ്റീവ്. എന്താണ്? പെസഹ കുഞ്ഞാടിനെ അറുത്ത് ഭക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവൻ അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ശരീരം, ഇത് രക്തം. ലോകത്താദ്യമായിട്ടാണ് ഒരാളിങ്ങനെ പറയുന്നത്, ഇതെന്റെ ശരീരവും ഇതെന്റെ രക്തവും. അപ്പോൾ ചരിത്രത്തിൽ അന്ന് വരെ അനുവർത്തിച്ചുകൊണ്ടിരുന്നതിന് ഒരു ബദൽ യേശു അന്വേഷിച്ചു. അതാണ് ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത എന്താ? സഭകളുടെ എല്ലാം പ്രത്യേകത ബേസിക് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാന എന്ന വലിയ കൂദാശ, ഈ കൂദാശയുടെ സംസ്ഥാപനം, ഈ കൂദാശയുടെ സിഗ്നിഫിക്കൻസ്, അത് തുടരുന്നത് കൊണ്ട് മാത്രമാണ് സഭകൾ നിലനിൽക്കുന്നത്. നമ്മൾ ഞായറാഴ്ചകളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കൂ, വിശുദ്ധ കുർബാനയുണ്ട്, ഡെമോൺസ്ട്രേഷനാണ്. എന്താണ്? കർത്താവിന്റെ മരണത്തെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് സജീവമായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി വിശുദ്ധ യേശു കർത്താവിന്റെ ആ വിശ്വാസ ശക്തമായിട്ട് നിൽക്കുന്നത്. ഏകദേശം 2000 ചിലുവാനം വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ച് ഉയർത്തേറ്റ ഒരാളിനെ ഇന്നും എല്ലാ ഞായറാഴ്ചകളും അത് ആവർത്തിക്കുകയാണ്. ആ സംഭവം, രക്ഷാകര സംഭവം വൈദികന് ആളുകളുടെ മുമ്പിൽ കാണിക്കുകയാണ്. അപ്പം മുറിക്കുന്നതിലൂടെയും വീഞ്ഞു കൊടുക്കുന്നതിലൂടെയും. കർത്താവ് അന്ന് മാളികമുറിയിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ചരിത്രത്തിന്റെ ആവർത്തനം പുതിയ രീതിയിൽ, അവർക്ക് ഏറ്റവും കാലികമായ രീതിയിൽ പുനരവതരിപ്പിച്ചു. എല്ലാ വർഷവും ആടിനെ കൊന്നു തിന്നുന്ന പോലല്ല, യേശുവുമായി ബന്ധപ്പെട്ട്, തന്റെ ഗുരുവുമായി ബന്ധപ്പെട്ട് അത് ശിഷ്യന്മാർ മനസ്സിലാക്കിയപ്പോൾ അതിന് പുതിയ അർത്ഥം ഗുരുവിന്റെ ജീവിതത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കി. എന്താ വിശുദ്ധ കുർബാന നമ്മോട് പറയുന്ന കാര്യം? 2 ചിന്തകൾ മാത്രമേ പങ്കുവയ്ക്കുന്നുള്ളൂ. ഒന്ന്, ഇത് പറയുന്നത്
മുറിക്കപ്പെടലിന്റെ അനുഭവമാണ്. ബ്രേക്കിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയാണ്. ഇവിടെ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം. ഗോതമ്പപ്പത്തെ മുറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരത്തിന് പകരമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇനി ഇതിൽ കൂടുതലൊന്നും തരാനില്ല. ഒരു മനുഷ്യന് പറയാവുന്ന ഏറ്റവും അങ്ങേ അറ്റം എന്റെ ശരീരമാണ്, ഇതെന്റെ ശരീരമാണ്. ഈ പെസഹ കുഞ്ഞാടിനെ അറക്കപ്പെട്ട ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടെങ്കിൽ ഇവിടെ ഒരു പുതിയ കുഞ്ഞാട് ഞാനാ, എന്റെ ജീവിതം ഞാൻ തരിക. എന്തിന്? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു കുഞ്ഞാടായി ഞാൻ എന്റെ ശരീരത്തെ ഞാൻ തരുന്നു. അത് മുറിക്കപ്പെടുന്ന അനുഭവത്തെ പറ്റിയാണ്. വിശുദ്ധ കുർബാന എപ്പോഴും ഒരു മുറിക്കപ്പെടലിന്റെ അനുഭവത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പള്ളികളിലൊക്കെ ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ ഓർത്തുകൊള്ളേണ്ട ഒരു കാര്യം, മുറിക്കപ്പെടാൻ താല്പര്യപ്പെടാതെ ആർക്കും ഇതിൽ പങ്കുകൊള്ളാൻ പാടില്ല. ഇന്ന് ആളുകളൊരു അനുഷ്ഠാനം പോലെ കൈക്കൊള്ളുവാണ്. ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ കാലം, എത്രയോ നാളായി വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചിട്ട് കാത്തിരിക്കുക വിശുദ്ധ കുർബാന കൊള്ളാൻ. ഒരു അനുഷ്ഠാനം എന്ന നിലയിലല്ലേ. പക്ഷേ ഈ കാലയളവിൽ മുറിക്കപ്പെടുന്ന അനുഭവങ്ങളെല്ലാം വിശുദ്ധ കുർബാനയായിട്ട് കാണും, ഒരു കുർബാനയായിട്ട് കാണും. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെടുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ഏതനുഭവവും വിശുദ്ധ കുർബാനയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ഏതനുഭവവും വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതിനകത്തൊരു മുറിക്കപ്പെടലിന്റെ അനുഭവമാണ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും വിശുദ്ധ കുർബാനയ്ക്ക് വിശ്വാസികൾ വരുമ്പോൾ ഓർത്തുകൊള്ളണം, മുറിക്കപ്പെടുന്ന മനോഭാവമില്ലാതെ ഇത് കൈക്കൊണ്ടാൽ ഇതൊരു അനുഷ്ഠാനം മാത്രമാണ്, ഇതൊരു ഭക്ഷണം പോലെയുള്ളൂ. മുറിക്കപ്പെടാൻ തയ്യാറാകുന്നുണ്ടോ? നമ്മുടെ അപ്പുറം ഇപ്പുറം ഇന്ന് വിശുദ്ധ കുർബാന കൊള്ളുന്ന ആളുകളുമായി സ്നേഹത്തിലല്ലെങ്കിൽ നിങ്ങൾ ആ സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോൾ, അനുരഞ്ജനത്തിലേക്ക് വരുമ്പോൾ മുറിക്കപ്പെടുന്ന അനുഭവമുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിൽ അതൊരു മുറിക്കപ്പെടുന്ന അനുഭവമുണ്ട്. ഈ കൊറോണയുടെ അനുഭവത്തിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഒരു മുറിക്കപ്പെടുന്ന അനുഭവമുണ്ട്. അങ്ങനെ ഈ മുറിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ഉൾച്ചേരുമ്പോഴാണ് വിശുദ്ധ കുർബാന എന്ന അനുഷ്ഠാനം പൂർണ്ണമാകുന്നത്, സിഗ്നിഫിക്കൻസ് ആകുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. മുറിക്കപ്പെടുന്ന രണ്ടാമത്തെ ചിന്ത ഞാൻ പറഞ്ഞു വരുന്നത് പങ്കുവയ്ക്കലിനെ പറ്റിയാണ്, ഷെയറിങ്. വിശുദ്ധ കുർബാന പറയുന്നത് മുറിക്കപ്പെടലിനെ പറ്റിയാണ്, പങ്കുവയ്ക്കലിനെ പറ്റിയാണ്. പെസഹ പെരുന്നാളിന്റെ സന്ധ്യയിൽ കർത്താവ് എന്താ ചെയ്തത്? തന്റെ ശരീരം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അപ്പം കൊടുക്കുക. അതൊരു ബദലാണ്. പെസഹ കുഞ്ഞാടിന് പകരം തന്റെ ശരീരമാണ് എന്ന് കർത്താവ് പറയുക. ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാന ചിന്തയാണ്, ശിലയാണ്. എന്താ? പങ്കുവയ്ക്കൽ എന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തേതരായിട്ടുള്ള ആളുകൾ എത്രയോ പേര് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നു, തങ്ങളുടെ വസ്തു, തങ്ങളുടെ സമയം ഒക്കെ പങ്കുവയ്ക്കുന്നു. നമുക്ക് കൊതി തോന്നിപ്പോകും. നമ്മുടെ ആളുകൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രമാണം ഇതാണെങ്കിലും പലരും മുന്നോട്ട് വരികയും. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ മുറിക്കപ്പെടലിനോടൊപ്പം പങ്കുവയ്ക്കലിന്റെ ജീവിതക്രമത്തിലൂടെ വേണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതത്തിന്റെ പൂർണ്ണത ആകുകയുള്ളൂ. വിശുദ്ധ കുർബാന നമ്മളോട് പറയുന്നത് പങ്കുവയ്ക്കുന്നതിലൂടെയാണ് നിത്യജീവൻ ലഭിക്കുക എന്നാണ്. മർക്കോസിന്റെ സുവിശേഷം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാം അധ്യായം 17 വാക്യങ്ങളിൽ, യങ് റിച്ച് യൂത്ത് came to Jesus and asked one question, I would like to get eternal life. യേശു അവനോട് എന്താ പറഞ്ഞത്? ചെറുപ്പക്കാരനോട് എന്താ പറഞ്ഞത്? നിന്റെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ലൂക്ക് 19 എന്താ? സക്കായി. അവൻ എങ്ങനെയാ അബ്രഹാമിന്റെ പുത്രൻ എന്ന പദവിക്ക് യോഗ്യനായത്? എല്ലാം വിറ്റു, ഷെയർ ചെയ്തു, പങ്കുവയ്ക്കുന്നു. പങ്കുവയ്ക്കൽ ഒരു ഉദാത്തമായ ഒരു ജീവിതക്രമമാണ്. പങ്കുവയ്ക്കുന്നവർക്ക് മാത്രമേ ക്രിസ്ത്യ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ ജീവിപ്പാൻ സാധിക്കുകയുള്ളൂ, നിത്യജീവന്റെ അനുഭവം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പങ്കുവയ്ക്കലിന്റെ അനുഭവം വിശുദ്ധ കുർബാന നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നമ്മളതിൻ്റെ പൂർണ്ണതയും പങ്കുവയ്ക്കലിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശു കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതവും നമ്മുടെ സാധ്യതകളും ഈ സമൂഹത്തിന് വേണ്ടി പങ്കുവയ്ക്കാനായിട്ട് സാധിക്കണം. ഈ സമൂഹത്തിൽ പങ്കുവയ്ക്കുന്ന ഒരു ജീവിതക്രമത്തിലൂടെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാനും യേശുക്രിസ്തുവിനെ പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കണം. 2 ചിന്തകളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്ന്,
വിശുദ്ധ കുർബാന ഒരു മുറിക്കപ്പെടുന്ന അനുഭവമാണ്. 2, ഇത് പങ്കുവെക്കലിൻ്റെ അനുഭവം. ആദിമ ക്രിസ്തീയ പ്രവർത്തകരെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു, ആദിമ അപ്പോസ്തലന്മാരെ ശ്രദ്ധിച്ചു. ഈ 2 ജീവിതക്രമവും അവരിലൂടെ ഉൾച്ചേർന്നത് കൊണ്ടാണ് അവർക്ക് യേശുക്രിസ്തുമായ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ ശക്തമായി പ്രസിദ്ധമാക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഈ വിശുദ്ധ ദിവസം നമ്മുടെ ജീവിതത്തെ യേശു കർത്താവിന് വേണ്ടി പങ്കുവയ്ക്കുവാനും യേശുക്രിസ്തുവിന് വേണ്ടി മുറിക്കപ്പെടാനും സാധിക്കണം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നേ. ഞങ്ങളുടെ ജീവിതം പങ്കുവയ്ക്കുന്ന നല്ല കാഴ്ചയായി സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുറിക്കപ്പെടാൻ ഞങ്ങളെ സഹായിക്കുന്നു. യേശു കർത്താവിന് വേണ്ടി സമൂഹത്തിൽ മറ്റുള്ളവരുടെ നല്ല മാതൃകയുള്ള ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിലൂടെ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവ്വസൃഷ്ടികളുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുകയും സകലത്തെയും സൃഷ്ടിച്ചവനായ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്ക് മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടു. ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവനുണ്ടാകുന്നില്ല. മനുഷ്യരായി സൂക്ഷിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും അവന്റെ രാജ്യം അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവനും പിതാവിൽ പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടും പന്തിക്കുകളെ മഹത്വപ്പെടുന്നവരും പ്രവാചകരെ കൊണ്ട് പറയിച്ചതുമായ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. പാപബോധനത്തിനുള്ള ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ഈ ആഴ്ചയിൽ പിറന്നാൾ വിവാഹ വാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കുള്ളവരുടെ പേരുകൾ വായിക്കട്ടെ. നൈനാൻ മുതലാളി ഹെർമോൻ, സ്റ്റെനി ജെറിൻ പുത്തൻവീട്, ആരൺ സാം തോംസൺ ചേരിക്കലകത്ത് ജേക്കബ്സ് കോട്ടേജ്, നീതു സച്ചിൻ ചിക്കോസ്, ജോൺ തോമസ് വില്യം, മെർവിൻ തോമസ് വില്യം, ജുബാൻ ജോസഫ് സോളമൻ അന്തേരിക്കൽ, കുര്യൻ ജോൺ കുര്യനാവിൽ, ജിജോ ജേക്കബ് മുല്ലശ്ശേരിയിൽ കിഴപ്പതിൽ, മാത്യു പോൾ മാതാവിഹ, മാത്യു ജോസഫ് കല്ലുങ്കൽ കിഴപ്പതിൽ, സിനോ ഫിലിപ്പ് അനുഗ്രഹം, ജിജോ ജോർജ് മാത്യു ചേരിക്കലകത്ത്, ആരൺ ഈശോ ജോർജ് ഹാൻസ് വില്ലം, സിജു ഈശോ മാത്യു ഈശോ നിവാസ്, ഡിസ്നി ജോൺ ഒന്നയിൽ, ആഗ്നസ് മാത്യു കല്ലുങ്കൽ കിഴപ്പതിൽ, ബിബിൻ മാർക്കോസ് മാംകുളത്ത്, ഏഞ്ചലീന അന്തോൺ ചിങ്കോസ്, സൂസൻ മനോജ് മാവേലിയൻ. വിവാഹ വാർഷികം മിസ്റ്റർ ആൻഡ് മിസസ് ജയൻ ടി സോളമൻ അന്തേരി. ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Amen.
സൃഷ്ടാവും ഞങ്ങളെ പരിപാലിക്കുന്നവരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നാളുകൾ പെരുകുന്നത് അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാകുന്നുവല്ലോ. ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടുന്ന നിന്റെ മക്കളെ അവിടുത്തെ കരങ്ങളിൽ കഴിയുന്ന സ്തോത്രത്തോടുകൂടെ സമർപ്പിക്കുന്നു. ജീവിതയാത്രയിൽ എൻ്റെ മക്കളുടെ മേൽ അവിടുന്ന് പകർന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദിയോടുകൂടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം കരയറ്റുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിപ്പാൻ ഈ അവസരം അവിടുന്ന് ഒരുക്കി തന്നത് ഓർത്ത് വാഴ്ത്തുന്നു. എൻ്റെ മക്കളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവിടുന്ന് പൂർണ്ണമായും അറിയുന്ന കർത്താവാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ദിവ്യമായ കരങ്ങൾ നിന്റെ ദാസരോട് കൂടെ ഇരുന്ന് അനുഗ്രഹത്തോടെ അവരെ വഴി നടത്തുകയും തിരുനാമത്തെ മഹത്വത്തിനായി ജീവിക്കാനുള്ള കൃപ എന്റെ ദാസരുടെ മേൽ അവിടുന്ന് ചൊരിയുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. വ്യത്യസ്ത പ്രാർത്ഥനയ്ക്കായി അല്പസമയം നമുക്ക് വേർതിരിക്കാം. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ദിനം ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ദാനമായി നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിമിതമായ ചുറ്റുപാടുകളിൽ നാം ആയിരിക്കുന്നുവെങ്കിലും കർത്താവിനെ ആരാധിക്കാൻ ഈ വിശുദ്ധ ദിനത്തിലും ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ദൈവികമായ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് ഈ ആരാധനയിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട എ.ടി. തോമസ് അച്ഛനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മകന്റെ ജീവിതത്തിന്റെ എല്ലാ നിലകളിലും സ്വർഗീയമായ നടത്തിക്കൊണ്ടാകും അവിടുന്ന് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലക്ഷ്മിക്ക് വേണ്ടി ദൈവം ദാനമായി നൽകിയ നിങ്ങൾ രണ്ടുപേർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോടൊപ്പമായിരിക്കുന്ന അച്ഛന്റെ പ്രിയ പിതാവിനെയും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ ദേശത്തുള്ള നിന്റെ മക്കളുടെ സാന്നിധ്യവും അവരുടെ ശുശ്രൂഷകളും ഈ നാടിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് തുടർന്നും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന സെന്റ് ജോൺസ് മാർത്തോമാ ഇടവകയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസ സമൂഹമായി ഈ ദേശത്ത് നിലനിൽക്കാൻ ഇടവകയായി തന്റെ മക്കളെ അവിടുന്ന് ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട ദൈവവചനത്തിനായി ദൈവത്തിന് സ്തോത്രം കരയറ്റും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ നാം ശ്രമിച്ച ദൈവവചനം നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ നോക്കാം. കോവിഡ് രോഗബാധയിൽ വല്ലാതെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ പ്രത്യേകമായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നാം പാർക്കുന്ന ഈ കൊല്ലം പട്ടണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന്റെ വ്യാപനത്തിൽ നിന്ന് അവിടുന്ന് ഈ ലോകത്തെ രക്ഷിക്കുകയും ഒരു നിയന്ത്രണത്തെ അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം.
ഈ രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് ദൈവകരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവികമായ ഇടപെടൽ ഈ പ്രത്യേക പ്രതിസന്ധിയുടെ മേൽ ഉണ്ടാവേണ്ടതിനായി നമുക്ക് തുടർന്ന് ഇടവകയിലെ ഓരോ വ്യക്തികളെയും നമുക്ക് ദൈവസന്നിധിയിലോ പ്രത്യേകിച്ച് വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട പ്രിയ പിതാവിന്റെ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം നൽകുന്നു. ആ കുടുംബത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങളും സ്വർഗീയമായ സമാധാനവും ആശ്വാസവും ദൈവമേ അവിടുന്ന് കൽപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ ക്ഷീണതയിൽ അസ്വസ്ഥതയിൽ കഴിയുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് അറിയിക്കുക. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയിരിക്കുന്ന മല്ലശ്ശേരിയുടെ വകയിലെ ആ കൊച്ചു പൈതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രിയിൽ നിന്ന് തക്കതായ ചികിത്സകൾ ആ കുഞ്ഞിനെ ലഭിക്കാം. പരിപൂർണ്ണ സൗഖ്യത്തോടുകൂടെ ആ പൈതൽ മടങ്ങി വരികയാണ്. ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളായി നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാ മാതാപിതാക്കൾക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലാക്കാം. പ്രത്യേകിച്ച് പുതിയ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമായ അഡ്മിഷനുകളൊക്കെ ലഭ്യമാണ്. അവരുടെ തുടർന്നുള്ള പഠനം അനുഗ്രഹകരമായി തീരുന്നു. ദൈവം സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പഠനങ്ങൾ പൂർത്തിയാക്കി ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയ മക്കളെയും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ആവശ്യമായ വാതിലുകൾ ദൈവം അവർക്ക് തുറന്നു നൽകി. അവരുടെ ഭാവി ജീവിതമേറ്റം അനുഗ്രഹിക്കപ്പെട്ടതായി നൽകുന്നു. കർത്താവ് കൃപ ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാം. ഒരു ബിഷപ്പ് ഇലക്ഷന് വേണ്ടി മഹായിടവകയെ ഒരുക്കുന്നതായി എല്ലാ കാര്യങ്ങളിന്മേലും ദൈവികമായ നടത്തിപ്പും ആലോചനയും ലഭിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കായും നമുക്ക് ദൈവത്തിന് സ്ഥാപിക്കുന്നത്. ഈ ആരാധനയെ പ്രകാരം ക്രമീകരിക്കുവാൻ സഹായിച്ച എല്ലാവരെയും നമുക്ക് നോക്കാം. ഗായക സംഘത്തിനായി നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്ഥാപിക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങളിൽ സഹായിച്ച എല്ലാവർക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയും അധ്വാനവും ദൈവനാമ മഹത്വത്തിന് അവിടെ നമുക്ക് ആദരമാക്കണമെന്ന് നമുക്ക് വ്യക്തിഗതമായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചു. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകലജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ ദൈവം അറിയുന്നു. ഞങ്ങളുടെ യോഗ്യത മൂലം പല കാര്യങ്ങളും ഞങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ കുഞ്ഞില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യവും ഒരു മുൻപാകെ സമർപ്പിക്കാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകുമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ാം
തീർത്ഥാടനം. സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കരയുന്നു. വളരെ പ്രത്യേകമായി ഈ ആരാധനയിൽ നമുക്ക് ആവശ്യമായ ദൈവവചന ശുശ്രൂഷ നിർവഹിച്ച ബഹുമാനപ്പെട്ട റവറൻഡ് എ.ടി. തോമസ് അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹകരമായി തുടർന്നും ദൈവം വഴി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് നടത്താം. നിങ്ങളെ ദിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സുകൾ പ്രാവശ്യം തിരുമുമ്പിൽ അടുത്ത് വന്ന് അങ്ങേ ആരാധിക്കാം. അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ സാവകാശത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം നൽകുന്നു. കർത്താവേ, വളരെ പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ മുൻപോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യത്തിന്റെ മാർഗ്ഗത്തിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ ഭദ്രമായി കാത്തുകൊള്ളണമേ. ആരാധനയിൽ വ്യാപിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവവചനത്തിലൂടെ ഞങ്ങൾ കേട്ട അവിടുത്തെ ശബ്ദത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ലഭിച്ച ആലോചനയ്ക്കനുസൃതമാണ് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. ഞങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളെല്ലാവരും സ്വീകരിക്കപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളുടെ പരീക്ഷയിലെ കൃഷ്ണങ്ങളിൽ ഞങ്ങളെ വിടുവിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകും.